ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു നിക്കോദോമസിനോട് പറയുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നിക്കോദമസ് എന്ന് പറയുന്ന വ്യക്തിക്ക് യേശുവിനെ രഹസ്യമായി കാണേണ്ടുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. കർത്താവായ യേശു ഇവിടെ പറയുന്ന ഒരു കാര്യം മാനസാന്തരത്തിൻ്റെതാണ്. വീണ്ടും ജനനം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമായ ഘടകമാണ്. വീണ്ടും ജനിക്കുക, ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അവൻ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ പുതുതായി ആത്മീകമായി അവൻ ഒന്നുകൂടെ ജനിക്കുക എന്നുള്ളതാ ഒരു വലിയ അർത്ഥമാണ് നമുക്കിവിടെ കാണുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ പ്രവൃത്തിയിൽ ജീവിച്ചു വളർന്നു വരുമ്പോൾ അവനൊരു പക്ഷേ ദൈവത്തെ ഭയമുണ്ടായിരിക്കണം എന്നില്ല. എന്ന കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയല്ല പറയുന്നത്. ദൈവഭയത്തിൽ അവനൊരു വീണ്ടും ജനനം അവൻ്റെ ആത്മീകമായി ഉണ്ടായിരിക്കണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മാനസാന്തരപ്പെടുന്ന ഒരു പാപി എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ എല്ലാവരും വലിയവരാണ്. അതുപോലെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപി വലുതാണ്. കാരണം ഒരു പാപി മാനസാന്തരപ്പെടുന്നെങ്കിൽ സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടാകും. അപ്പോൾ സ്വർഗത്തിൽ അതിൻ്റെതായ വില മാനസാന്തരപ്പെടുന്ന വ്യക്തികൾക്ക് ഉണ്ടാകും. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മുടിയനായ പുത്രന്റെ കഥയാണ്. മുടിയനായ പുത്രൻ എന്ന് പറയുമ്പോൾ തൻ്റെ അപ്പനുമായിട്ട് വഴക്കുണ്ടായി അവൻ്റെ പാതയിൽ പോയി കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ പ്രതികൂലമുണ്ടാവുകയാണ്. തനിക്കുള്ളതെല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിൽ നഷ്ടപ്പെട്ട് തനിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അവൻ്റെ അകത്ത് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഈ മാനസാന്തരം ഉണ്ടാകുമ്പോൾ അവൻ തിരിച്ച് അപ്പൻ്റെ അടുക്കലേക്ക് വരികയാണ്. അപ്പൻ്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ്? ആ അപ്പൻ കൈ നീട്ടി തൻ്റെ മകനെ സ്വീകരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണുവാൻ വരുന്ന ഒരു വലിയ ദൂതെന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിഴലാണ് ഈ അപ്പൻ എന്ന് പറയുന്നത്. ഈ മകൻ, തെറ്റിപ്പോയ മകൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മീക പതനത്തിലിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഈ മകൻ തിരിച്ച് അപ്പൻ്റെ അടുക്കൽ വരുമ്പോൾ ആ അപ്പൻ ചേർക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു അല്ലെ പിതാവായ ദൈവം ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ, ആ സ്വർഗ വീട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അവനെ ആ ദൈവം മാനിക്കും. അവന് ചെരുപ്പും അതല്ലെങ്കിൽ അവന് വേണ്ടുന്ന വസ്ത്രവും എല്ലാം കൊടുത്ത് അവനെ മാനിക്കുന്നത് പോലെ പിതാവായ ദൈവം ഏത് വ്യക്തി ദൈവ ക്രിസ്തുവിൽ കൂടെ ആ സ്വർഗ വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ എത്ര വലിയ പാപിയാണെങ്കിലും തെറ്റുകാരനാണെങ്കിലും അവനെ ആ പിതാവായ ദൈവം കൈക്കൊള്ളും എന്നുള്ളൊരു വലിയ സന്ദേശമാണ്. മാത്രമല്ല, ആ പിതാവായ നമ്മുടെ ദൈവം അവനാവശ്യമായി എല്ലാം, അവൻ എന്തെല്ലാം ആവശ്യമുണ്ട്, ആഹാരവും വസ്ത്രവും സമൃദ്ധിയും എല്ലാം ആ പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ നൽകും. ഈ സന്ദേശമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിക്കോദമസ് കേട്ട വീണ്ടും ജനനം എന്ന് പറയുന്നത് മാനസാന്തരമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അടിസ്ഥാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് വരുന്നവരെ ആരും കർത്താവായ യേശു ക്രിസ്തു തള്ളിക്കളയുന്നില്ല. എന്താണ് മാനസാന്തരം? മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന് മാനസാന്തരപ്പെടാം. ഒരു മനുഷ്യൻ തമ്മിൽ ക്ഷമിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. തമ്മിൽ സ്നേഹിക്കണം. ഇതൊന്നുമില്ലെങ്കിൽ, പക, വിദ്വേഷം, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഇതെല്ലാം മാനസാന്തരം ഇല്ലാത്ത അവസ്ഥയാണ്. ഇതുപോലെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്
മാനസാന്തരപ്പെടുന്നത് ആരാണ്? ഒരു പാപിയാണ്. ആ പാപിയുടെ ജീവിതത്തിന്റെ പല മേഖലയിൽ നിന്ന് അവന് മാനസാന്തരപ്പെടാം. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് വരുന്ന ഏതൊരു വ്യക്തിയും ദൈവം മാനിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.